Sir, good morning and welcome to the show. Morning Vishnu, morning viewers. സാർ നമുക്ക് ആദ്യം US മാർക്കറ്റിലോട്ട് എന്തായാലും പോവാം. നമുക്ക് US മാർക്കറ്റ് നോക്കുമ്പോൾ ഇന്നലെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ആ ഒരു നിർദ്ദിഷ്ട നികുതി ഇളവ് ബില്ല് കോൺഗ്രസ് പാസ്സാക്കിയാൽ US ഗവൺമെന്റിന്റെ കടം ട്രില്യൺ കണക്കാകും എന്നുള്ള ഒരു ആശങ്കയെ തുടർന്ന് തന്നെ ട്രഷറി ആദായം വർദ്ധിച്ചതൊക്കെ തന്നെ ഇന്നലെ US ഒരു വിപണിയിൽ കുത്തനെ ഒരു ഇടിവുണ്ടാക്കിയതായിട്ടാണ് നമുക്ക് കാണാൻ സാധിച്ചത്. നമ്മൾ US മാർക്കറ്റ് ഇന്നലത്തെ ഒരു ട്രേഡിംഗ് നോക്കുമ്പോൾ ഡൗ ജോൺസ് 1.9% ഇടിവാണ് രേഖപ്പെടുത്തിയത്. S&P 1.6% ഇടിവ് രേഖപ്പെടുത്തിയപ്പോൾ നാസ്ഡാക്കിലും ഏകദേശം 1.4% ഒരു ഇടിവാണ് ഇന്നലെ കാണാൻ സാധിച്ചത്. US മാർക്കറ്റിൽ ഇനി താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? വിഷ്ണു, നമ്മൾ ഡൗ ജോൺസ് ഇൻഡെക്സ് സ്റ്റഡി ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് അണ്ടർടോൺ സൈഡ്വേസും ഷോർട്ട് ടേം ബെയറിഷും ബുള്ളിഷും ആയിട്ട് കാണാൻ സാധിക്കുന്നു. നമ്മൾ എപ്പോഴും ഓർക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ ഡൗ ജോൺസ് ഇൻഡെക്സ് നോക്കുകയാണെങ്കിൽ നമുക്ക് ഏപ്രിൽ 7-ാം തീയതി ആയിരുന്നു മേജർ ബോട്ടം നമുക്ക് ലഭിച്ചത്. അതിനുശേഷം കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് ഓൾമോസ്റ്റ് ഒരു മാസത്തോളം നീണ്ടു നിൽക്കുന്ന ഒരു ബുൾ റൺ ആയിരുന്നു നമുക്ക് ഡൗ ജോൺസ് ഇൻഡെക്സിലും നാസ്ഡാക്കിലും കാണാൻ സാധിച്ചത്. കഴിഞ്ഞ 3 ട്രേഡിംഗ് സെഷൻസിൽ നമുക്ക് കാണാൻ സാധിക്കുന്ന 42,400, 42,800 ഈ ഒരു റേഞ്ചിലുള്ള റെസിസ്റ്റൻസ് ആയിരുന്നു ഡൗ ജോൺസ് ഇൻഡെക്സ് ടെസ്റ്റ് ചെയ്തു വരുന്നത്. നാച്ചുറലി ഇന്നലെ നമ്മൾ കണ്ടിരിക്കുന്നു ഇറ്റ് ഈസ് എ പ്രോഫിറ്റ് ടേക്കിംഗ്. സോ നമ്മൾ ഈ ഒരു സമയത്ത് ഇന്ന് നമുക്ക് ലോ റിസ്ക് ആയിട്ട് ഒരു അവസരം ട്രേഡിംഗ് അവസരം ഡൗ ജോൺസ് ഇൻഡെക്സിൽ ലഭിക്കാൻ പോകുന്നില്ല. നമ്മൾ ഇനിയിപ്പോൾ ശ്രദ്ധിച്ചിരിക്കുന്ന മേജർ സപ്പോർട്ട് 40,800 പോയിന്റ് ആയിരിക്കും. അതേസമയം നമ്മൾ നാസ്ഡാക്ക് ഇൻഡെക്സ് നോക്കുമ്പോഴേക്കും നാസ്ഡാക്ക് ഇൻഡെക്സിലും ഇന്നലെ നമുക്ക് പ്രോഫിറ്റ് ടേക്കിംഗ് കാണാൻ ഇടയായി. സോ നാസ്ഡാക്ക് ഇൻഡെക്സിന്റെ കേസിൽ ഇനി നമുക്ക് ഇന്ന് പുതിയ ലോങ് പൊസിഷൻസ് എടുക്കാൻ സാധിക്കത്തില്ല. നമ്മൾ ലോങ് പൊസിഷൻ ഓൾറെഡി എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ 21,000 പോയിന്റിലായിരിക്കാം നമ്മുടെ സപ്പോർട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. സാർ, ഇനി കമ്മോഡിറ്റി മാർക്കറ്റിലോട്ട് പോകാം. കമ്മോഡിറ്റി നമ്മൾ നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് ബ്രെൻഡിൽ ഇന്ന് 0.6% ഒരു നേട്ടം രേഖപ്പെടുത്തുന്നുണ്ട്. WT ക്രൂഡിലും ഇന്ന് 0.5% ഒരു മുന്നേറ്റം രേഖപ്പെടുത്തുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ക്രൂഡിൽ താങ്കൾ ഇനി വാച്ച് ചെയ്തിരിക്കുന്ന ലെവലുകൾ ഏതൊക്കെയാണ്? ക്രൂഡ് ഓയിലിന്റെ കേസിൽ ലോങ് ടേം ട്രെൻഡ് ബെയറിഷും ഷോർട്ട് ടേം ട്രെൻഡ് സൈഡ് വേസുമായിട്ട് കാണുന്നത്. ക്രൂഡ് ഇന്നലത്തെ ട്രേഡിംഗ് നോക്കുമ്പോഴേക്കും നമുക്ക് കാണാൻ സാധിക്കുന്ന $66-67 ഈ റേഞ്ചിലുള്ള സപ്പോർട്ട് റെസിസ്റ്റൻസ് ഇന്നലെ ടെസ്റ്റ് ചെയ്യപ്പെട്ടു. ബട്ട് ആ ഒരു റെസിസ്റ്റൻസ് എത്തിയപ്പോഴേക്കും നമുക്ക് പ്രോഫിറ്റ് ടേക്കിംഗ് സെല്ലിംഗ് പ്രഷർ കാണാൻ ഇടയായി. സോ ലെറ്റ് us വെയിറ്റ് ആൻഡ് വാച്ച്. $67 റെസിസ്റ്റൻസ് ബ്രന്റ് ക്രൂഡ് ബ്രേക്ക് ചെയ്യണം, എങ്കിലേ നമുക്ക് ഷോർട്ട് ടേം ട്രെൻഡ് ബുള്ളിഷ് ആയെന്ന് സ്ഥിരീകരിക്കാൻ സാധിക്കത്തുള്ളൂ. സർ, ഗോൾഡിലോട്ട് വരുമ്പോൾ നമുക്ക് ഇന്ന് 0.7% ഒരു മുന്നേറ്റം കാണാൻ സാധിക്കുന്നുണ്ട്. 3,342 എന്നൊരു നിലയിലാണ് നിലവിൽ ട്രേഡിംഗ് നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ കഴിഞ്ഞൊരു വീക്കിൽ ഒരു ക്ലോസിംഗ് നോക്കുമ്പോൾ 3% ഒരു ഇടിവായിരുന്നു നമുക്ക് ഗോൾഡിൽ കാണാൻ സാധിച്ചത്. എന്നാൽ ഈ ഒരു വീക്ക് നോക്കുമ്പോൾ ഇതുവരെ ഇപ്പോൾ ഒരു 4% ഒരു നേട്ടം രേഖപ്പെടുത്തിക്കൊണ്ടാണ് ഗോൾഡ് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഗോൾഡിൽ താങ്കളുടെ ഒരു വ്യൂ എന്താണ്? സ്വർണത്തിന്റെ കേസിൽ ലോങ് ടേം ട്രെൻഡ് ബുള്ളിഷും ഷോർട്ട് ടേം ട്രെൻഡ് സൈഡ് വേസുമായിട്ട് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത്. നമ്മുടെ കൈവശം ലോങ് പൊസിഷൻസ് ഉണ്ടെങ്കിൽ നമ്മൾ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് $3,280 ലെവലിൽ സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യണം. കറന്റ് ലെവൽസിൽ പുതിയ പൊസിഷൻസ് ഒന്നും തന്നെ അഡ്വൈസ് ചെയ്യുന്നില്ല. ഇനി നമുക്ക് ഇന്ത്യൻ മാർക്കറ്റിലോട്ട് വരാം. അതായത് ഇന്ത്യൻ മാർക്കറ്റ് ഇന്നലെ നോക്കുമ്പോൾ ഒരു തുടർച്ചയായുള്ള ഒരു 3 ദിവസത്തെ ആ ഒരു ഇടിവിലുള്ള ക്ലോസിംഗ് മാറ്റിക്കൊണ്ട് ഒരു പോസിറ്റീവായ ഒരു ക്ലോസിംഗ് ആണ് ഇന്നലെ നിഫ്റ്റി 50 എടുത്തതായിട്ട് കാണാൻ സാധിക്കുന്നത്. നമുക്ക് നിഫ്റ്റി 50യിൽ ഇന്നലത്തെ ഒരു നേട്ടം നോക്കുമ്പോൾ ഏകദേശം 0.5% ഒരു നേട്ടത്തിൽ 24,813 എന്നൊരു നിലയിലുള്ള ഒരു ക്ലോസിംഗ് ആയിരുന്നു നമുക്ക് കാണാൻ സാധിച്ചത്. നിഫ്റ്റി 50യിൽ ഇനി താങ്കളുടെ ഒരു വ്യൂ എന്താണ്? നിഫ്റ്റി 50യുടെ കേസിൽ ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം രണ്ടും ബുള്ളിഷ് ആയി തന്നെ തുടരുന്നു. ബട്ട് വളരെ വളരെ ഷോർട്ട് ടൈം ഫ്രെയിംസ് നോക്കുമ്പോഴേക്കും ആ മൈന്യൂട്ടസ്റ്റ് ടൈം ഫ്രെയിം നോക്കുമ്പോൾ നമുക്കൊരു ചെറിയ നേരിയ കൺസോൾട്ടേഷൻ കാണാൻ സാധിക്കുന്നുണ്ട്. നമുക്ക് നിഫ്റ്റി 50യിൽ ഇനി ലോ റിസ്ക് ആയിട്ട് ഒരു ബൈങ് അവസരം ലഭിക്കണമെങ്കിൽ 25,200 പോയിന്റിന്റെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം. അതേസമയം നമ്മൾ ട്രേഡിംഗിന് വേണ്ടി ഒരു പൊസിഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട മേജർ സപ്പോർട്ട് 24,650 പോയിന്റ് ആയിരിക്കും. ആ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ ഷോർട്ട് ടേമിൽ നമ്മൾ സെല്ലിംഗ് പ്രഷറിന് വേണ്ടി പ്രിപ്പയർഡ് ആയിരിക്കണം. സർ, ഇനി അറിയേണ്ടത് ബാങ്ക് നിഫ്റ്റിയെ പറ്റിയാണ്. ബാങ്ക് നിഫ്റ്റി നോക്കുമ്പോൾ ഇന്നലെ ഏകദേശം 0.3% ഒരു നേട്ടമാണ് നമുക്ക് കാണാൻ സാധിച്ചത്. 55,000 എന്നുള്ള ഒരു നില ഇന്നലെ ബാങ്ക് നിഫ്റ്റി രേഖപ്പെടുത്തിയിരുന്നു. ബാങ്ക് നിഫ്റ്റി നമ്മൾ നോക്കുമ്പോൾ ഇന്നലെ 197 പോയിന്റിന്റെ ഒരു നേട്ടമാണ് കാണാൻ സാധിച്ചത്. ബാങ്ക് നിഫ്റ്റിയിൽ താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിന്റെ കേസിൽ കൺസോൾട്ടേഷൻ തുടർന്നുകൊണ്ട് തന്നെ ഇരിക്കുന്നു. നമുക്ക് ഏപ്രിൽ 23-ാം തീയതി ആയിരുന്നു നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിൽ ഒരു ഓൾ ടൈം ഹൈ കാണാൻ സാധിച്ചത്.
സിൻസ് ദെൻ കൺസോൾട്ടേഷൻ നടന്നു വരുന്നത്. കൈവശം ലോങ് പൊസിഷൻസ് ഉണ്ടെങ്കിൽ മെയിൻറ്റെയിൻ ദ ലോങ് പൊസിഷൻ. നമ്മളിപ്പോൾ ശ്രദ്ധിച്ചിരിക്കേണ്ട മേജർ സപ്പോർട്ട് 54,400. ആ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ ഷോർട്ട് ടേമിൽ നമ്മൾ സെല്ലിംഗ് പ്രഷറിന് വേണ്ടി പ്രിപ്പയർഡ് ആയിരിക്കണം. അറ്റ് ദ സെയിം ടൈം നമുക്ക് പുതിയ ലോങ് പൊസിഷൻ എടുക്കാൻ ഒരു അവസരം ലഭിക്കണമെങ്കിൽ 55,700 പോയിന്റിന്റെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം. സാർ, ഇനി ഒരു സ്റ്റോക്ക് ഇൻ ഫോക്കസിലോട്ട് വരുമ്പോൾ നമുക്ക് ആദ്യമായിട്ട് ചോദിക്കാനുള്ളത് ഏവിയേഷൻ സെക്ടറിൽ നിന്നുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു സ്റ്റോക്കായ ഇൻഡിഗോയെ പറ്റിയാണ്. നമ്മൾ ഇൻഡിഗോയുടെ ഇന്നലത്തെ ട്രേഡിംഗ് നോക്കുമ്പോൾ 0.3% ഒരു നേട്ടമാണ് കാണാൻ സാധിച്ചത്. 5,461 എന്നൊരു നിലയിലാണ് സ്റ്റോക്ക് നിലവിൽ ഇപ്പോൾ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ ഇൻഡിഗോയെ പറ്റി നമുക്ക് പറയാനുള്ളത് ലാഭത്തിൽ ഈ ഒരു Q4 വന്നപ്പോൾ ഏകദേശം 61% ഒരു മുന്നേറ്റം രേഖപ്പെടുത്താൻ സ്റ്റോക്കിന് സാധിച്ചിട്ടുണ്ട്. മാത്രമല്ല വരുമാനത്തിൽ 24.3% എന്നൊരു നേട്ടം രേഖപ്പെടുത്തിക്കൊണ്ടാണ് ഇൻഡിഗോയുടെ ഒരു Q4 നമുക്ക് ലഭ്യമായിട്ടുള്ളത്. അതായത് സ്റ്റോക്കിന്റെ ഒരു പാസ്റ്റ് ട്രേഡിംഗ് നോക്കുമ്പോൾ കഴിഞ്ഞ ഒരു 3 മാസങ്ങളിലായി നേട്ടം രേഖപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ക്ലോസിംഗ് ആയിരുന്നു നടത്തിയത്. മാത്രമല്ല ഈ ഒരു മാസം ഒരു ഓൾ ടൈം ഹൈ ഇപ്പോൾ ക്രിയേറ്റ് ചെയ്തിട്ടുമുണ്ട്. ഇൻഡിഗോയിൽ താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? ഇൻഡിഗോ എയർലൈൻസിന്റെ കേസിൽ ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബുള്ളിഷായി തന്നെ തുടരുന്നു. കൈവശം ലോങ് പൊസിഷൻസ് ഉണ്ടെങ്കിൽ ആ പൊസിഷൻ മെയിൻറ്റെയിൻ ചെയ്യാം. നമ്മൾ ലോങ് പൊസിഷൻസ് ഉണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട മേജർ സപ്പോർട്ട് 5,200 രൂപയായിരിക്കും. ബട്ട് കറന്റ് ലെവൽസിൽ പുതിയ ലോങ് പൊസിഷൻസ് ഒന്നും തന്നെ അഡ്വൈസ് ചെയ്യുന്നില്ല. സാർ, ഇനി അടുത്തതായിട്ട് നമുക്കൊരു സ്റ്റോക്ക് ചോദിക്കാനുള്ളത് ഇപ്പോൾ കോൾഗേറ്റിനെ പറ്റിയാണ്. കോൾഗേറ്റിൻ്റെ ഒരു ലാഭം നോക്കുമ്പോൾ ഒരു നേരിയ ഇടിവ് നമുക്ക് ഈ ഒരു Q4 കാണാൻ സാധിക്കുന്നതായിട്ടാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കോൾഗേറ്റിൻ്റെ ഒരു ലാസ്റ്റ് ട്രേഡ് പ്രൈസ് 2,659 എന്നുള്ളതാണ്. ഇന്നലെ 1% ഒരു നേട്ടം രേഖപ്പെടുത്തിയിരുന്നു. സ്റ്റോക്ക് കഴിഞ്ഞ ഒരു മാസം അല്ലെങ്കിൽ ഈ ഒരു മാസം ഇപ്പോൾ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ക്ലോസിംഗ് മന്ത്ലി ട്രേഡിംഗ് നോക്കുമ്പോൾ നമുക്ക് കാണിക്കുന്നതായിട്ടാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കോൾഗേറ്റിൽ താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? കോൾഗേറ്റിന്റെ കേസിൽ ലോങ് ടേം ട്രെൻഡ് ബെയറിഷും ഷോർട്ട് ടേം ട്രെൻഡ് ബുള്ളിഷുമായിട്ടാണ് കാണുന്നത്. ഈ സ്റ്റോക്കിലെ കറന്റ് ലെവൽസിൽ നമുക്ക് ലോ റിസ്ക് ആയിട്ട് ഒരു ബൈങ് ഓപ്പർച്യൂണിറ്റിയും കാണുന്നില്ല. കൈവശം ഓൾറെഡി ഒരു ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ നമ്മൾ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് 2,620 രൂപയിൽ സ്റ്റോക്ക് മെയിൻറ്റെയിൻ ചെയ്യണം. സാർ, ഇനി നമുക്ക് അടുത്തതായിട്ട് ഒരു സ്റ്റോക്കിനെ പറ്റി ചോദിക്കാനുള്ളത് ജിയോജിത്ത് ഫിനാൻഷ്യൽ സർവീസിനെ കുറിച്ചാണ്. നമുക്ക് സ്റ്റോക്കിന്റെ ഒരു Q4 നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് ലാഭത്തിൽ 38.5% ഒരു നേട്ടം രേഖപ്പെടുത്തിക്കൊണ്ടായിരുന്നു ജിയോജിത്തിന്റെ ഒരു Q4 വന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും സ്റ്റോക്കിന്റെ ഒരു ട്രേഡിംഗ് നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇന്നലത്തെ ട്രേഡിംഗിൽ സ്റ്റോക്ക് 1.6% ഒരു നേട്ടം രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. 86 എന്നൊരു നിലയിലാണ് ലാസ്റ്റ് ട്രേഡർ പ്രൈസ് കാണുന്നത്. ജിയോജിത്തിൽ താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? ജിയോജിത്തിന്റെ കേസിലെ ലോങ് ടേം ട്രെൻഡ് ബെയറിഷും ഷോർട്ട് ടേം ട്രെൻഡ് ബുള്ളിഷുമായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇൻഫാക്ട് നമുക്കൊരു പുതിയ ലോങ് പൊസിഷൻ എടുക്കാൻ ഒരു നേരിയ ബുള്ളിഷ് സെറ്റപ്പും ഫോം ആയിട്ടുണ്ട്. നമ്മൾ ഇന്ന് ശ്രദ്ധിച്ചിരിക്കേണ്ട റെസിസ്റ്റൻസ് 90 രൂപ. 90ന്റെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ പിന്നെയുള്ള റെസിസ്റ്റൻസ് ലെവൽസ് 93, 96, 98. ഇനി അറിയേണ്ടത് ത്രിവേണി ടർബൈനെ കുറിച്ചാണ്. ഇന്നലെ 1.73% ഒരു ഇടിവായിരുന്നു സ്റ്റോക്ക് രേഖപ്പെടുത്തിയത്. ഫാസ്റ്റ് ട്രേഡിങ്ങിൽ നമുക്ക് നവംബർ 2024 ഓൾ ടൈം ഹൈ ക്രിയേറ്റ് ചെയ്ത് അതിനുശേഷം പിന്നീട് അങ്ങോട്ട് സ്റ്റോക്കിൽ ഒരു ഇടിവായിരുന്നു നമുക്ക് കാണാൻ സാധിച്ചത്. ഏകദേശം സ്റ്റോക്കിൻ്റെ ഒരു ഇടിവ് നോക്കുമ്പോൾ ഏകദേശം ഒരു 40% ഇടിവ് ഓൾറെഡി സ്റ്റോക്ക് രേഖപ്പെടുത്തി കഴിഞ്ഞിരുന്നാൽ കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി 2 മാസങ്ങളൊക്കെ നോക്കുമ്പോൾ ഒരു കൺസോൾട്ടേഷൻ നമുക്ക് ഈ ഒരു സ്റ്റോക്കിൽ കാണുന്നുണ്ട്. സാറിൻ്റെ ഒരു എക്സ്പെക്ടേഷൻ എന്താണ്? ഈ ഒരു സ്റ്റോക്കിൽ ഇപ്പോൾ ഒരു ബോട്ടം കണ്ടോ? ത്രിവേണി ടർബൈനിന്റെ കേസിൽ നമ്മൾ ആദ്യം തന്നെ മനസ്സിലാക്കുന്നത് ദിസ് ഇസ് എ സ്മോൾ ക്യാപ് സ്റ്റോക്ക്. ലോങ് ടേം ട്രെൻഡ് ബെയറിഷ് ആയി തുടരുന്നുണ്ട്. ബട്ട് ഷോർട്ട് ടേമിൽ നമുക്കൊരു ബുള്ളിഷ് സെറ്റപ്പ് ഫോം ചെയ്തിട്ടുണ്ട്. അടുത്ത 3 ട്രേഡിംഗ് സെഷൻസിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട സപ്പോർട്ട് 560. ഈ ഒരു സപ്പോർട്ട് നിലനിർത്താൻ സാധിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു ബുള്ളിഷ് ട്രേഡ് താമസിക്കാതെ ലഭിക്കും. ഇതിന്റെ ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ് എനിക്ക് കാണാൻ സാധിക്കുക 587 രൂപയിലാണ്. സാർ, ഇനി അറിയേണ്ടത് IT സെക്ടറിൽ നിന്നുള്ള വിപ്രോയെ പറ്റിയാണ്. 0.48% ഒരു നേട്ടമാണ് ഇന്നലത്തെ ട്രേഡിംഗിൽ വിപ്രോ കാഴ്ചവെച്ചത്. 250 എന്നുള്ളൊരു ലാസ്റ്റ് ട്രേഡ് പ്രൈസാണ് നമുക്ക് വിപ്രോയുടേതായി കാണാൻ സാധിക്കുന്നത്. വിപ്രോയുടെ ഒരു പാസ്റ്റ് ട്രേഡിംഗ് നോക്കുമ്പോൾ കഴിഞ്ഞ 3 മാസങ്ങളിലായി ഒരു ഇടിവിലൊരു ക്ലോസിംഗ് ആയിരുന്നു സ്റ്റോക്ക് എടുത്തതായിട്ട് കാണാൻ സാധിക്കുന്നത്. എന്നാൽ ഈ ഒരു മാസം നോക്കുമ്പോൾ സ്റ്റോക്കിൽ ഇപ്പോൾ ഒരു 4% അടുത്ത ഒരു നേട്ടം ഓൾറെഡി കാണാൻ സാധിക്കുന്നുണ്ട്. വിപ്രോയിൽ താങ്കളുടെ ഒരു എക്സ്പെക്ടേഷൻ എന്താണ്? വിപ്രോയുടെ കേസിൽ ലോങ് ടേം ട്രെൻഡ് ബുള്ളിഷ് ബെയറിഷും ഷോർട്ട് ടേം ട്രെൻഡ് സൈഡ് വേസുമായിട്ട് കാണുന്നത്. എങ്കിലും വിപ്രോയുടെ കേസിലും നമുക്കൊരു ബുള്ളിഷ് സെറ്റപ്പ് ഫോം ചെയ്തതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. വിപ്രോയുടെ കേസിൽ നമ്മൾ ഇപ്പോൾ ശ്രദ്ധിച്ചിരിക്കേണ്ട റെസിസ്റ്റൻസുകൾ 254 രൂപ. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്താൽ ഷോർട്ട് ടേം ട്രെൻഡ് ബുള്ളിഷായി മാറും.
അതിനുശേഷമുള്ള 3 റെസിസ്റ്റൻസ് ലെവൽസ് 258, 261, 264. അങ്ങനെ ഒരു ലോങ് പൊസിഷൻ നമ്മൾ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട സപ്പോർട്ട് ഏരിയ 245 രൂപയായിരിക്കും. സർ, അടുത്തൊരു സ്റ്റോക്ക് നമുക്ക് അറിയേണ്ടത് എയറോഫ്ലെക്സ് ലിമിറ്റഡ് ആണ്. നമ്മൾ ഈ ഒരു സ്റ്റോക്ക് നോക്കുമ്പോൾ 2013 ഒരു ലിസ്റ്റിംഗിന് ശേഷം സ്റ്റോക്ക് കുറച്ച് ഇടിവൊക്കെ രേഖപ്പെടുത്തി പിന്നീട് അങ്ങോട്ട് ഒരു ഉയർച്ച രേഖപ്പെടുത്തുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിച്ചിരുന്നു. ഫെബ്രുവരിയിലായിരുന്നു ഈ ഒരു സ്റ്റോക്ക് പിന്നീട് ഒരു ഓൾ ടൈം ഹൈ ക്രിയേറ്റ് ചെയ്തത്. അതിനുശേഷം ആ ഒരു മാസം തന്നെ 29% ഒരു ഇടിവ് രേഖപ്പെടുത്തിയാണ് സ്റ്റോക്ക് ഒരു ക്ലോസിംഗ് എടുത്തത്. കഴിഞ്ഞ 2 മാസങ്ങളൊക്കെ നോക്കുമ്പോൾ ഒരു കൺസോൾട്ടേഷൻ പോലെ ഈ ഒരു സ്റ്റോക്കിൽ കാണുന്നുമുണ്ട്. എയറോഫ്ലെക്സിൽ താങ്കളുടെ ഒരു മുന്നോട്ടുള്ള വ്യൂ എന്താണ്? എയറോഫ്ലെക്സിന്റെ കേസിൽ ലോങ് ടേം ട്രെൻഡ് ബെയറിഷും ഷോർട്ട് ടേം ട്രെൻഡ് സൈഡ് വേസുമായിട്ടാണ് കാണുന്നത്. ലോങ് പൊസിഷൻസ് കൈവശം ഓൾറെഡി ഉണ്ടെങ്കിൽ നമ്മൾ 147 സപ്പോർട്ടായിരിക്കാം ശ്രദ്ധിച്ചിരിക്കുന്നത്. ഈ സ്റ്റോക്കിൽ നമുക്കൊരു ബുള്ളിഷ് ട്രിഗർ ലഭിക്കണമെങ്കിൽ ആദ്യം തന്നെ 180 അതിനുശേഷം 195 റെസിസ്റ്റൻസ് ലെവൽസ് ബ്രേക്ക് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം. സാർ, അടുത്തത് അറിയേണ്ടത് മീഡിയ സെക്ടറിൽ നിന്നുള്ള ഒരു സ്റ്റോക്കിനാണ്. സീനെ പറ്റിയാണ്. സി എന്റർടൈൻമെന്റ് നോക്കുമ്പോൾ 0.9% ഒരു നേട്ടം രേഖപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ക്ലോസിംഗ് ആണ് ഇന്നലെ കാണാൻ സാധിച്ചത്. 124 ഓഹരിയുടെ ഒരു ലാസ്റ്റ് ട്രേഡർ പ്രൈസ് ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. സ്റ്റോക്കിനെ പറ്റി നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഒരു ഓൾ ടൈം ഹൈ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് ജാനുവരി 2018 പിന്നീട് പിന്നീട് അങ്ങോട്ട് ഒരു ഇടിവ് രേഖപ്പെടുത്തി ആ ഒരു ലിസ്റ്റിംഗിന്റെ ഒക്കെ ഒരു പ്രൈസിന്റെ ഒക്കെ അടുത്തായിട്ടൊക്കെ തന്നെയാണ് ഇപ്പോൾ ഒരു ട്രേഡിംഗ് നടക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നത്. ഈ സ്റ്റോക്കിൽ ഒരു മുന്നേറ്റം കാണാൻ പ്രതീക്ഷിക്കാമോ? സോ സി എന്റർടൈൻമെന്റ് കേസിൽ ലോങ് ടേം ട്രെൻഡ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബുള്ളിഷ് ആയിട്ടാണ് കാണാൻ സാധിക്കുന്നത്. സോ എസ്പെഷ്യലി നമ്മൾ മാർച്ച് മാസത്തിന് ശേഷമുള്ള ട്രേഡിംഗ് പാറ്റേൺസ് നോക്കുകയാണെങ്കിൽ നമുക്ക് ഒത്തിരി ബുള്ളിഷ്നെസ് കാണാൻ സാധിക്കുന്നത്. ഇൻഫാക്ട് ഈ ഒരു സ്റ്റോക്കിലും ഷോർട്ട് ടേം ട്രേഡിംഗിന് വേണ്ടി ഒരു ബുള്ളിഷ് സെറ്റപ്പ് ഫോം ചെയ്തതായിട്ടാണ് കാണുന്നത്. ഇതിന്റെ ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ് 126 രൂപയില. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ 135 രൂപയായിരിക്കും അടുത്ത മേജർ റെസിസ്റ്റൻസ്. സാർ, ഇനി അറിയേണ്ടത് കെയ്നസ് ടെക്നോളജീസ് ലിമിറ്റഡ് ആണ്. നമ്മൾ സ്റ്റോക്കിന്റെ ഒരു ട്രേഡിംഗ് നോക്കുമ്പോൾ 0.87% ഒരു ഇടിവായിരുന്നു ഇന്നലത്തെ ട്രേഡിംഗിൽ കാണാൻ സാധിച്ചത്. 5951 ലാസ്റ്റ് ട്രേഡർ പ്രൈസ് ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. സ്റ്റോക്കിന്റെ ഒരു ഓൾ ടൈം ഹൈ ക്രിയേറ്റ് ചെയ്തത് ജാനുവരിയിലായിരുന്നു. അതിനുശേഷം പിന്നീട് അങ്ങോട്ട് ഒരു ഇടിവ് രേഖപ്പെടുത്തി വന്ന സ്റ്റോക്ക് ഫെബ്രുവരിക്ക് ശേഷം, അതായത് ഫെബ്രുവരി കഴിഞ്ഞുള്ള 2 മാസങ്ങളിൽ ഒരു നേട്ടം രേഖപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ക്ലോസിംഗുമായിരുന്നു എടുത്തിരുന്നത്. ഈ ഒരു സ്റ്റോക്കിൽ താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? കെയ്ൻസ് ടെക്നോളജിയുടെ കേസിൽ നമുക്ക് ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബുള്ളിഷായി മാറിയിട്ടുണ്ട്. ദിസ് ഇസ് എ സ്മോൾ ടു മിഡ് ക്യാപ് സ്റ്റോക്ക് ആൻഡ് കഴിഞ്ഞ ഒരു 4 ട്രേഡിംഗ് സെഷൻസിൽ ഈ സ്റ്റോക്കിൽ നല്ലൊരു പ്രോഫിറ്റ് ടേക്കിംഗ് നടന്നതിനെ തുടർന്ന് നമുക്കൊരു ലോ റിസ്ക് എൻട്രി അവസരം ലഭിക്കുന്നുണ്ട്. നമ്മൾ അടുത്ത 3 ട്രേഡിംഗ് സെഷൻസിൽ ശ്രദ്ധിച്ചിരിക്കേണ്ട മേജർ സപ്പോർട്ട് 5600 ആയിരിക്കണം. ആ ഒരു സപ്പോർട്ട് ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ലോ റിസ്കിൽ ഒരു ബൈങ് ഓപ്പർച്യൂണിറ്റി കിട്ടും. ഈ സ്റ്റോക്കിന്റെ കേസിൽ അടുത്ത 2 ട്രേഡിംഗ് സെഷൻസിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട ബുള്ളിഷ് ട്രിഗർ 6030 രൂപയായിരിക്കും. ആ ഒരു ട്രിഗർ നമുക്ക് ലഭിച്ചു കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് ഷോർട്ട് ടേമിൽ വീണ്ടും ബുള്ളിഷ്നെസ് കാണാൻ സാധിക്കും. അതിനുശേഷമുള്ള റെസിസ്റ്റൻസ് ലെവൽ 6400, 6800, 7200. സാർ, ഇനി അറിയേണ്ടത് വരുൺ ബ്യൂറേജസ് ലിമിറ്റഡിനെ പറ്റിയാണ്. 0.2% ഒരു ഇടിവായിരുന്നു ഇന്നലത്തെ ഒരു ട്രേഡിംഗിൽ സ്റ്റോക്ക് രേഖപ്പെടുത്തിയിരുന്നത്. 479 എന്നൊരു നിലയിലാണ് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സ്റ്റോക്ക് നോക്കുമ്പോൾ ഏകദേശം ഒരു ഓൾ ടൈം ഹൈയിൽ നിന്ന് 30%ൻ്റെയൊക്കെ ഒരു ഇടിവ് രേഖപ്പെടുത്തുന്ന ഒരു ലെവലിലാണ് ഇപ്പോൾ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. വരുൺ ബ്യൂറേജസിൽ താങ്കളുടെ ഒരു വ്യൂ എന്താണ്? വരുണിന്റെ കേസിൽ അൺഫോർച്ചുനേറ്റ്ലി ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബെയറിഷായി തന്നെ തുടരുന്നു. നമുക്ക് ഈ ഒരു സ്റ്റോക്കിൽ ഒരു ബൈങ് അവസരവും ഇപ്പോൾ കാണാൻ സാധിക്കുന്നില്ല. സോ അറ്റ് ദ മൊമെന്റ് ഈ സ്റ്റോക്കിൽ ലോങ് പൊസിഷൻസ് പൂർണ്ണമായിട്ട് അവോയ്ഡ് ചെയ്യുക. ഇനി അറിയേണ്ടത് ചെന്നൈ പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡിനെ പറ്റിയാണ്. നിലവിൽ 2.4% ഒരു നേട്ടമാണ് ഇന്നലത്തെ ഒരു ട്രേഡിംഗിൽ സ്റ്റോക്ക് കാഴ്ചവെച്ചതായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. 691 എന്നുള്ളൊരു ലാസ്റ്റ് ട്രേഡർ പ്രൈസുമാണ് കാണുന്നത്. ചെന്നൈ പെട്രോളിയത്തിൽ താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? ചെന്നൈ പെട്രോളിയത്തിന്റെ കേസിൽ നമുക്ക് ഒരു ട്രെൻഡ് റിവേഴ്സൽ കാണാൻ സാധിക്കുന്നുണ്ട്. മാർച്ച് മാസത്തിന് ശേഷം ഈ സ്റ്റോക്കിൽ തുടർച്ചയായിട്ട് ഒരു ബൈങ് ഇൻട്രസ്റ്റ് വന്നിട്ടുണ്ട്. കഴിഞ്ഞ ഒരു 4-5 ട്രേഡിംഗ് സെഷൻസിന്റെ പാറ്റേൺ നോക്കുമ്പോഴേക്കും നമുക്ക് ആ ഒരു കൺസോൾട്ടേഷൻ ഫേസിൽ നിന്ന് ഒരു ബ്രേക്ക് ഔട്ട് ലഭിക്കുന്നുണ്ട്. കമ്പനിയുടെ ഫൈനാൻഷ്യൽസിൽ കംഫർട്ടബിൾ ആണെങ്കിൽ തീർച്ചയായിട്ടും കറന്റ് ലെവൽസിൽ ഒരു ലോങ് പൊസിഷൻ നമുക്ക് എടുക്കാൻ സാധിക്കും. സാർ, ഇനി അറിയേണ്ടത് NHPCയെ പറ്റിയാണ്. നിലവിൽ നോക്കുമ്പോൾ 1.1% ഒരു നേട്ടമാണ് രേഖപ്പെടുത്തിയതായിട്ട് കാണാൻ സാധിക്കുന്നത്. 87 എന്നുള്ളൊരു ലാസ്റ്റ് ട്രേഡർ പ്രൈസുമാണ്
സ്റ്റോക്കിൽ കാണാൻ സാധിക്കുന്നത്. കഴിഞ്ഞ 2 മാസങ്ങളിലായി ഒരു നേരിയ നേട്ടം രേഖപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ക്ലോസിംഗ് സ്റ്റോക്കിനെ എടുക്കാൻ സാധിച്ചിട്ടുണ്ട്. NHPCയിൽ താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? NHPCയുടെ കേസിൽ ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും സൈഡ് വേസ് ആയിട്ടാണ് കാണുന്നത്. ഈ സ്റ്റോക്കിന് വളരെ മേജർ ആയിട്ട് ഒരു സപ്പോർട്ട് 83 രൂപയിലും വളരെ മേജർ റെസിസ്റ്റൻസ് 93 രൂപയിലും കാണുന്നുണ്ട്. സോ ഇതിൽ ഏതെങ്കിലും ഒരു ലെവല് ബ്രേക്ക് ചെയ്താൽ മാത്രമേ നമുക്ക് ലോ റിസ്ക് ആയിട്ട് ഒരു ബൈങ് ഹൗസിൽ ഈ സ്റ്റോക്കിൽ ലഭിക്കാൻ പോകുള്ളൂ. സർ, ടീംലെസ് സർവീസിന്റെ ഒരു വ്യൂ അറിഞ്ഞാൽ കൊള്ളാമായിരുന്നു. നമുക്ക് ഈ ഒരു സ്റ്റോക്ക് നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് നിലവിൽ 2.8% ഒരു നേട്ടം രേഖപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ക്ലോസിംഗ് ആയിരുന്നു ഇന്നലത്തെ ഒരു ട്രേഡിംഗിൽ സ്റ്റോക്ക് രേഖപ്പെടുത്തിയതായിട്ട് കാണാൻ സാധിക്കുന്നത്. നിലവിൽ 1987 ലാസ്റ്റ് ട്രേഡർ പ്രൈസായി കാണുന്നത്. ഈ ഒരു ഓഹരിയിൽ താങ്കളുടെ ഒരു വ്യൂ എന്താണ്? ടീം ലീസ് ഇസ് എ സ്മോൾ ക്യാപ് സ്റ്റോക്ക് ആൻഡ് ഈ സ്റ്റോക്കിന്റെ ട്രേഡിംഗ് പാറ്റേൺ നോക്കുമ്പോഴേക്കും നമുക്ക് കാണാൻ സാധിക്കുന്ന ലോങ് ടേം ട്രെൻഡ് ബെയറിഷും ഷോർട്ട് ടേം ട്രെൻഡ് സൈഡ് വേസുമായിട്ട് കാണുന്നത്. ഇതിലാണ് നമ്മൾ ആദ്യം തന്നെ ശ്രദ്ധിക്കേണ്ടത്, ഇതിൽ കാര്യമായിട്ടൊരു ട്രേഡിംഗ് ലിക്വിഡിറ്റി ഒന്നും തന്നെ കാണാൻ സാധിക്കുന്നില്ല. ഈ സ്റ്റോക്കിന്റെ ഫൈനാൻഷ്യൽസിൽ നമ്മൾ കംഫർട്ടബിൾ ആണെങ്കിൽ മാത്രം നമുക്ക് 2100 രൂപയുടെ റെസിസ്റ്റൻസ് ശ്രദ്ധിച്ചിരിക്കാം. 2100 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ ഈ സ്റ്റോക്കിൽ ചുരുങ്ങിയത് ഒരു 250 മുതൽ 400 രൂപയുടെ നേട്ടം ഷോർട്ട് ടേമിൽ തന്നെ നമുക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കും. അങ്ങനെ ഒരു ലോങ് പൊസിഷൻ എടുക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട സപ്പോർട്ട് ഏരിയ 1880 രൂപയായിരിക്കണം. കാനറ ബാങ്കിന്റെ ഒരു വ്യൂ ആണ് അടുത്ത് അറിയേണ്ടത്. കാനറ ബാങ്ക് ഇന്നലെ 0.75% ഒരു നേട്ടത്തിൽ 107 നിലയിലാണ് പ്രൈസ്. 107 ഒരു ലാസ്റ്റ് ട്രേഡർ പ്രൈസിലാണ് ഒരു ക്ലോസിംഗ് എടുത്തിരിക്കുന്നത്. നമ്മൾ സ്റ്റോക്ക് നോക്കുമ്പോൾ ഒരു ഓൾ ടൈം ഹൈ ക്രിയേറ്റ് ചെയ്തത് കഴിഞ്ഞ ഒരു ജൂണിലായിരുന്നു. അതിനുശേഷം പിന്നീട് തുടർച്ച എല്ലാ മാസങ്ങളിലും ഒരു ഇടിവ് രേഖപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ക്ലോസിംഗ് ആയിരുന്നു എടുത്തത്. ഫെബ്രുവരിയിൽ ഒരു ബോട്ടം എടുത്തതിന് ശേഷം പിന്നീട് മാർച്ച്, ഏപ്രിൽ ഈ ഒരു മാസം ഒരു നേട്ടം രേഖപ്പെടുത്തിക്കൊണ്ടുള്ള ട്രേഡിംഗ് രേഖപ്പെടുത്താൻ സ്റ്റോക്കിന് സാധിക്കുന്നുണ്ട്. കാനറ ബാങ്കിൽ താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? കാനറ ബാങ്കിന്റെ കേസിൽ ലോങ് ടേം ട്രെൻഡ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബുള്ളിഷായി മാറിയിട്ടുണ്ട്. കമ്പനിയിലെ സ്റ്റോക്കിൽ നമുക്ക് ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ ആ പൊസിഷൻ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കും. ഇതിലൊരു ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ് കാണാൻ സാധിക്കുന്നത് 110 രൂപയില. 110ന്റെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ 112, 114, 116, 120 ഇത് 4 നമുക്ക് പിന്നീടുള്ള ടാർഗറ്റ് ലെവൽസ്. HDFC ലൈഫാണ് ഇനി അറിയേണ്ടത്. HDFC ലൈഫ് ഇന്നലെ 1.69% ഒരു നേട്ടമാണ് രേഖപ്പെടുത്തിയത്. 759 എന്നുള്ളൊരു ലാസ്റ്റ് ട്രേഡർ പ്രൈസ് ആണ് കാണാൻ സാധിക്കുന്നത്. സ്റ്റോക്കിന്റെ പാസ്റ്റ് ട്രേഡിംഗിൽ കഴിഞ്ഞ 2 മാസങ്ങൾ നേട്ടത്തിലൊരു ക്ലോസിംഗ് എടുക്കാൻ സ്റ്റോക്കിന് സാധിച്ചിട്ടുണ്ട്. മാത്രമല്ല വീക്കിലി ട്രേഡിംഗ് ഒക്കെ നോക്കുമ്പോൾ ഒരു മുന്നേറ്റം കഴിഞ്ഞ കുറച്ച് വീക്കുകളായി സ്റ്റോക്ക് രേഖപ്പെടുത്തുന്നുണ്ട്. HDFC ലൈഫിൽ താങ്കളുടെ ഒരു വ്യൂ എന്താണ്? HDFC ലൈഫിന്റെ കേസിൽ അണ്ടർടോൺ വളരെ ബുള്ളിഷായി തന്നെ തുടരുന്നുണ്ട്. ഒരു വീക്ക്നെസ്സും ഈ സ്റ്റോക്കിൽ കാണാൻ സാധിക്കുന്നില്ല. ഇൻഫാക്ട് ഈ സ്റ്റോക്കിന്റെ ട്രേഡിംഗ് നോക്കുമ്പോഴേക്കും നമുക്ക് കാണാൻ സാധിക്കുന്ന ഇതിന്റെ ഓൾ ടൈം ഹൈ ലെവലായിട്ടുള്ള 780 രൂപയ്ക്ക് തൊട്ടടുത്തോട്ട് എത്തിയിട്ടുണ്ട്. എൻ്റെ ഒരു എക്സ്പെക്ടേഷൻ വരും സെഷൻസിൽ നമുക്ക് ഒരു പുതിയ ഓൾ ടൈം ഹൈ ഈ സ്റ്റോക്കിൽ കാണാൻ സാധിക്കും. എങ്കിലും ഈ ആഴ്ചത്തെ ട്രേഡിൽ എനിക്ക് ലോ റിസ്ക് ആയിട്ട് ഒരു പുതിയ ബൈങ് ഹൗസിൽ ഈ സ്റ്റോക്കിൽ കാണാൻ സാധിക്കുന്നില്ല. വിഷ്ണു പ്രേക്ഷകരുടെ ശ്രദ്ധ ഞാൻ LIC ഓഫ് ഇന്ത്യയിലോട്ട് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നു. എൻ്റെ അടുക്ക് ഇപ്പോൾ HDFC ലൈഫിനെ കുറിച്ച് ചോദിച്ചിരുന്നു. HDFC ലൈഫിനോടൊപ്പം നമ്മൾ പഠിക്കേണ്ടത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ലൈഫ്, SBI ലൈഫിന്റെ കേസിൽ അണ്ടർടോൺ വളരെ ബുള്ളിഷായി തന്നെ തുടരുന്നു. ബട്ട് നമ്മൾ ലൈഫ് ഇൻഷുറൻസ് കമ്പനീസിന്റെ സ്റ്റോക്ക് സ്റ്റഡി ചെയ്യുന്ന സമയത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നത് LICയുടെ ഷെയർസ് കഴിഞ്ഞ ഒത്തിരി മാസങ്ങളായിട്ട് അണ്ടർ പെർഫോമൻസ് നൽകിക്കൊണ്ടിരിക്കുന്നത്. ബട്ട് LICയുടെ കേസിൽ ലോങ് ടേം ട്രെൻഡ് ബെയറിഷിൽ നിന്നും ബുള്ളിഷായി മാറാനുള്ള നല്ലൊരു സെറ്റപ്പ് ഫോം ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു സ്റ്റോക്ക് നമ്മൾ വരും സെഷൻസ് ശ്രദ്ധിച്ച് പഠിച്ചിരിക്കണം. 883 രൂപ ഇതിന്റെ മേജർ ബുള്ളിഷ് ട്രിഗർ എനിക്ക് കാണാൻ സാധിക്കുന്നത്. ആ ഒരു ട്രിഗർ നമുക്ക് ലഭിച്ചു കഴിഞ്ഞാൽ, അതായത് ആ ഒരു ട്രിഗർ ലെവലിന്റെ മുകളിൽ ക്ലോസ് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ പിന്നെ ഈ സ്റ്റോക്കിൽ ഷോർട്ട് ടേമിൽ തന്നെ നമുക്ക് ഒത്തിരി നേട്ടം പ്രതീക്ഷിക്കാൻ സാധിക്കും. ഇനി അറിയേണ്ടത് പ്രീമിയർ എക്സ്പ്ലോസീവ് എന്ന് പറയുന്ന ഒരു സ്റ്റോക്കിനെ പറ്റിയാണ്. നിലവിൽ നോക്കുമ്പോൾ കഴിഞ്ഞ ഒരു ജൂണിൽ ഒരു ഓൾ ടൈം ഹൈ എടുത്തതിന് ശേഷം സ്റ്റോക്ക് പിന്നീട് അങ്ങോട്ട് ഏകദേശം 60% ഒരു കറക്ഷനൊക്കെ രേഖപ്പെടുത്തിയതിന് ശേഷം കഴിഞ്ഞ 2 മാസങ്ങളിലായി ഒരു നേട്ടത്തിലുള്ള ഒരു ക്ലോസിംഗ് എടുക്കുന്നുണ്ട് ഇപ്പോൾ സ്റ്റോക്ക്. പ്രീമിയറിൽ താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? സോ പ്രീമിയർ എക്സ്പ്ലോസീവ്സിന്റെ കേസിൽ നമ്മൾ ഓർക്കേണ്ടത് ദിസ് ഇസ് എ സ്മോൾ ക്യാപ് സ്റ്റോക്ക്. കാര്യമായിട്ട് ഈ സ്റ്റോക്കിലെ ട്രേഡിംഗ് ലിക്വിഡിറ്റി ഒന്നും കാണാൻ സാധിക്കുന്നില്ല. എങ്കിലും ഈ സ്റ്റോക്കിൽ കഴിഞ്ഞ 2-3 ആഴ്ചക്കിടെ നല്ല ബൈയിങ് ഇൻട്രസ്റ്റ് വന്നിട്ടുണ്ട്. അതിനെ തുടർന്ന് ബോത്ത് ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബുള്ളിഷായി മാറിയിട്ടുമുണ്ട്. സോ കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ നമുക്ക് അത് മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കും. നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട സപ്പോർട്ട് ഏരിയ 518 രൂപയായിരിക്കണം.
ബട്ട് കറന്റ് ലെവൽസിൽ പുതിയ ലോങ് പൊസിഷൻസ് ഒന്നും തന്നെ അഡ്വൈസ് ചെയ്യുന്നില്ല. ഇനി അറിയേണ്ടത് ഗ്രേവ്സ് കോട്ടനെ പറ്റിയാണ്. നിലവിൽ നോക്കുമ്പോൾ 0.21% ഒരു നേട്ടം രേഖപ്പെടുത്തി 212 എന്നൊരു ലാസ്റ്റ് ട്രേഡർ പ്രൈസ് ആണ് കാണാൻ സാധിക്കുന്നത്. സ്റ്റോക്ക് ഒരു ഓൾ ടൈം ഹൈ ക്രിയേറ്റതിന് ശേഷം ഇപ്പോൾ ഒരു 33% ഒരു ഇടിവ് രേഖപ്പെടുത്തുന്ന ആ ഒരു ലെവലിലാണ് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഗ്രേവ്സ് കോട്ടണിൽ താങ്കളുടെ ഒരു വ്യൂ എന്താണ്? ഗ്രേവ്സ് കോട്ടന്റെ കേസിൽ ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബെയറിഷായി തന്നെ തുടരുന്നു. ബട്ട് എങ്കിലും നല്ലൊരു ബുള്ളിഷ് സെറ്റപ്പ് ഈ സ്റ്റോക്കിൽ ഒത്തിരി മാസങ്ങൾക്ക് ശേഷം ഫോം ചെയ്തതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. സോ ഈ സ്റ്റോക്കിന്റെ ഫൈനാൻഷ്യൽസിൽ നമ്മൾ കംഫർട്ടബിൾ ആണെങ്കിൽ ബോത്ത് ഫ്രം ട്രേഡിംഗ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് പെർസ്പെക്റ്റീവ് നമുക്ക് ലോങ് പൊസിഷൻ കൺസിഡർ ചെയ്യാൻ സാധിക്കും. ഇതിന്റെ ഒരു ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ് ഇന്ന് നമ്മൾ ശ്രദ്ധിച്ചിരിക്കുന്നത് 215 രൂപ. ആ ഒരു റെസിസ്റ്റൻസിന് മുകളിൽ ഈ സ്റ്റോക്കിനെ ക്ലോസ് ചെയ്യാൻ സാധിച്ചാൽ പിന്നീട് കാണുന്ന റെസിസ്റ്റൻസ് 220, 230, 235, 240, 250. കണ്ടെയ്നർ കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ ഒരു വ്യൂ ആണ് ഇനി അറിയേണ്ടത്. നമുക്ക് സ്റ്റോക്ക് നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് ജൂണിൽ ഒരു ഓൾ ടൈം ഹൈ എടുത്തതിന് ശേഷം പിന്നീട് തുടർച്ചയായ എല്ലാ മാസങ്ങളിലും ഒരു ഇടിവ് രേഖപ്പെടുത്തിയാണ് വന്നത്. ഏകദേശം ഫെബ്രുവരി മാസത്തിലൊരു ക്ലോസിംഗ് വരെ നമുക്കൊരു തുടർച്ചയായ ഒരു ഇടിവായിരുന്നു എല്ലാ മാസം കാണാൻ സാധിച്ചത്. എന്നാൽ മാർച്ചിൽ നോക്കുമ്പോൾ ഒരു നേരിയ ഒരു നേട്ടം രേഖപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ക്ലോസിംഗ് എടുക്കാൻ സാധിച്ചിട്ടുണ്ട്. ഈ ഒരു മാസം നോക്കുമ്പോഴും ഒരു നേട്ടത്തിലുള്ള ഒരു ട്രേഡിംഗ് ആണ് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത്. സാർ, ഈ ഒരു സ്റ്റോക്കിൽ ഒരു ബോട്ടം കണ്ടോ? ഒരു അപ്വേർഡ് മൂവ്മെന്റ് പ്രതീക്ഷിക്കാമോ? കോൺകറിന്റെ കേസിൽ ഇറ്റ് ഇസ് a monopoly and owned by the government of India. സോ PSU സ്റ്റോക്സിനെ അപേക്ഷിച്ച് ഈ സ്റ്റോക്ക് നമുക്ക് കഴിഞ്ഞ ഒത്തിരി മാസങ്ങളായിട്ട് അണ്ടർ പെർഫോമൻസ് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. എങ്കിലും ഈ ഒരു സ്റ്റോക്കിലും നമുക്കൊരു ബുള്ളിഷ് സെറ്റപ്പ് ഫോം ചെയ്തതായിട്ട് കാണുന്നുണ്ട്. ഇൻഫാക്ട് ഇറ്റ്സ് എ ലോ റിസ്ക് ബുള്ളിഷ് സെറ്റപ്പ്. ആൻഡ് നമ്മൾ ഈ ആഴ്ചത്തെ ട്രേഡിൽ ശ്രദ്ധിച്ചിരിക്കുന്നത് 742 രൂപയുടെ റെസിസ്റ്റൻസ് ലെവൽ. ആ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്താൽ പിന്നീടുള്ള ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ് 782. 782ന്റെ റെസിസ്റ്റൻസിന് മുകളിൽ ക്ലോസ് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ ലോങ് ടേം ട്രെൻഡ് തന്നെ ബുള്ളിഷായി മാറും. അതിനുശേഷം ഈ സ്റ്റോക്കിൽ വലിയ മുന്നേറ്റം നമുക്ക് ഷോർട്ട് ടേമിൽ തന്നെ എക്സ്പെക്ട് ചെയ്യാൻ സാധിക്കും. ഏഞ്ചൽ വണ്ണിൻ്റെ ഒരു വ്യൂ ആണ് ഇനി അറിയേണ്ടത്. 3.2% ഒരു നേട്ടമാണ് ഇന്നലത്തെ ട്രേഡിംഗിൽ കാഴ്ചവെച്ചത്. 2866 ലാസ്റ്റ് ട്രേഡർ പ്രൈസ് ആയിട്ട് കാണുന്നത്. വീക്ക്ലി ട്രേഡിംഗ് നോക്കുമ്പോൾ കഴിഞ്ഞ ഒരു വീക്കിൽ ഏകദേശം 20% ഒരു നേട്ടം രേഖപ്പെടുത്തിയുള്ള ഒരു ക്ലോസിംഗ് ആയിരുന്നു ഏഞ്ചൽ വണ്ണിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഏഞ്ചൽ വണ്ണിൽ താങ്കൾ ഇനി വാച്ച് ചെയ്തിരിക്കുന്ന ലെവലുകൾ ഏതൊക്കെയാണ്? വിഷ്ണു, നമ്മൾ കുറച്ചു നേരം മുൻപ് ഇന്ന് നമ്മൾ ജിയോജിത്തിനെ കുറിച്ച് സംസാരിച്ചിരുന്നു. സോ ജിയോജിത്തിന്റെ കേസിൽ ഞാൻ പറഞ്ഞത് ലോങ് ടേം ട്രെൻഡ് ബെയറിഷും ഷോർട്ട് ടേം ട്രെൻഡ് ബുള്ളിഷുമാണ് ഇതെന്ന് ഞാൻ ചൂണ്ടിക്കാണിച്ചത്. നൗ സിമിലർ ടു ജിയോജിത്ത് നമുക്ക് ഏഞ്ചൽ വണ്ണിന്റെ കേസിൽ ഒരു ലോ റിസ്ക് ബുള്ളിഷ് സെറ്റപ്പ് ഫോം ചെയ്തതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. ഇതിന്റെ വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏഞ്ചൽ വണ്ണിന്റെ കേസിൽ ബോത്ത് ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബുള്ളിഷായി തന്നെ മാറിയിട്ടുണ്ട്. സോ ഏഞ്ചൽ വണ്ണിന്റെ കേസിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട റെസിസ്റ്റൻസ് ലെവൽ 2793 രൂപ. ആ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്താൽ പിന്നീടുള്ള റെസിസ്റ്റൻസ് 3040, 3100, 3180, 3300. സാർ, അവസാനമായി ഇനി ഒരു സ്റ്റോക്ക് ചോദിക്കാനുള്ളത് JBM ഓട്ടോയാണ്. നിലവിൽ 0.31% ഒരു നേട്ടത്തിലായിരുന്നു ഇന്നലത്തെ ഒരു ക്ലോസിംഗ് കാണാൻ സാധിച്ചത്. 721 ലാസ്റ്റ് ട്രേഡർ പ്രൈസ് ആയിട്ട് കാണുന്നത്. കഴിഞ്ഞ 2 മാസങ്ങളിൽ ഒരു നേരിയ നേട്ടം രേഖപ്പെടുത്തിയ ഒരു ക്ലോസിംഗ് എടുക്കാൻ JBM ഓട്ടോയിൽ സാധിച്ചിട്ടുണ്ട്. JBM ഓട്ടോയുടെ അടുത്ത ഒരു ലെവലുകൾ ഏതൊക്കെയാണ് സാർ വാച്ച് ചെയ്യുന്നത്? JBMന്റെ കേസിൽ ഇറ്റ്സ് അഗെയിൻ എ സ്മോൾ ക്യാപ് സ്റ്റോക്ക്. ആൻഡ് ഇതിന്റെ ട്രേഡിംഗ് പാറ്റേൺ നമ്മൾ നോക്കുമ്പോഴേക്കും നമുക്ക് ലോങ് ടേം ട്രെൻഡ് ബെയറിഷും ഷോർട്ട് ടേം ട്രെൻഡ് സൈഡ് വേസുമായിട്ട് കാണുന്നത്. ഈ സ്റ്റോക്കിൽ നമുക്കൊരു ട്രെൻഡ് റിവേഴ്സൽ ലഭിക്കണമെങ്കിൽ 782 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യണം. താങ്ക് യു സാർ, ഇത്രയും അപ്ഡേറ്റ്സും അനാലിസും മൈഫിൻ്റെ പ്രേക്ഷകർക്കായിട്ട് പങ്കുവച്ചതിന്. ഏതായാലും നമ്മുടെ ഒരു മാർക്കറ്റ് പ്ലസിൻ്റെ എപ്പിസോഡ് ഇപ്പോൾ വൈൻഡ് അപ്പ് ചെയ്യാൻ സമയമായിരിക്കണം. നിങ്ങൾക്ക് ഇതുപോലെ ഒത്തിരി എക്സ്പേർട്ട് ഒപ്പീനിയൻസും മാർക്കറ്റിൻ്റെ ഒത്തിരി അപ്ഡേറ്റ്സും ലഭ്യമാകാൻ വേണ്ടി മൈഫിൻ TVയുടെ ആപ്പ് പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പിൾ സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്യാനാണ്. നമ്മുടെ അടുത്ത ഷോ എന്ന് പറയുന്നത് മാർക്കറ്റ് സ്ക്രീനറാണ്. ആ ഒരു ഷോയുമായി കാണാം. സ്റ്റേ ട്യൂൺ. നന്ദി.